ദൈവത്തിന്റെ അതിപരിശുദ്ധ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തില് സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. നമുക്ക് ഈ വചനമൊക്കെ അറിയാം. പക്ഷെ ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം അത് പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് ഒരു വിശ്വാസി അവൻ നോർമലായിട്ട് ചിന്തിക്കുവാനിടയാണ്. ഒരു 2 ആളുകളുടെ ഒരു സംഭവ ചരിത്രം ഞാൻ ഓർപ്പിച്ച് വേഗത്തിൽ വാക്കുകളിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുക. അതിലൊരാളെ വിശ്വസിച്ചിരുന്നു, വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമോ. അദ്ദേഹം പറയാനുള്ളത്, അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞു, നിന്നെ പാലും തേനൊഴുകുന്ന രാജ്യത്തിലേക്ക്, കനാനിലേക്ക് നിന്നെ ഞാൻ എത്തിക്കും. എന്നാൽ അബ്രഹാം പിതാവ് ദൈവത്തിന്റെ ആത്മാവ് ഇത് പറയുമ്പോൾ ദൈവം പറഞ്ഞു, അതിനപ്പുറമായി സ്വർഗരാജ്യത്തിൽ നിന്നെ എത്തിക്കുമെന്നുള്ളതായ ഉറപ്പായിരുന്നു അബ്രഹാമിന് ലഭിച്ചത്. അതുകൊണ്ടാണ് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും ദൈവത്തിന്റെ കൈകൊണ്ട് അടിസ്ഥാനമിട്ടതുമായ ആ സ്വർഗത്തിനായി കാത്തിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വേദവസ്തവം പറയുകയാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ എനിക്ക് നിങ്ങൾക്ക് സകലതും ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. 2 ആളുകൾ അവർ കൽക്കരിപ്പാടത്തിൽ ജോലി ചെയ്യുന്നവരാ. ഒരാള് ഒരു വിശ്വാസിയാണ്, യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയാണ്. അവന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഞാൻ സ്വർഗത്തിലെത്തും. അവര് ആ കൽക്കരിപ്പാടത്തിൽ അനേക കൽക്കരി കനികള് അവരെടുത്ത് മാറ്റിയപ്പോൾ അതിനടിയിൽ മുഴുവൻ പാറയാ. അവർ 2 പേരെയാണ് നിയമിച്ചത് ആ പാറ പൊട്ടിച്ച് നീക്കുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് തമിര് എന്ന് പറഞ്ഞാൽ ആ പാറ കുഴിക്കും. അനേക പാറയുടെ പുറത്ത് തമിര് ഉളി കൊണ്ട് കുത്തി അത് അവര് കുഴിക്കുകയും അതിന്മേൽ അതിനുള്ളിലേക്ക് തിരിയിടുകയും അതിനുള്ളിൽ ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്യുമെന്നറിയാമോ? ആ വെടിമരുന്ന് നിറയ്ക്കുകയും ചെയ്യും. വെടിമരുന്ന് നിറച്ചിട്ട് അവർക്ക് കയറി പോകുവാൻ കൊണ്ട് ഒരു കൊട്ടയാ അവിടെ ഇറക്കി വെക്കുന്നത്. അപ്പൊ അവര് നോക്കുമ്പോ കൊട്ട അവിടെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവർ 2 പേരും കൂടെ കയറി പോകണമെങ്കിൽ 2 പേര് മുകളിൽ നിന്ന് വലിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അവര് കൊട്ട റെഡിയാണ്. അപ്പൊ അവരവരുടേതായ ആ ജോലി പൂർത്തീകരിച്ചു. ഇനി അവർക്ക് മുകളിലേക്ക് കടന്നു പോകണം. മുകളിൽ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. 2 പേരെ മുകളിലേക്ക് വലിച്ച് കയറ്റുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. മറ്റേയാൾ എന്തോ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയതാ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു, എടാ എനിക്കത് ഉറപ്പുണ്ട്, നമ്മള് തിരികൊളുത്തി കഴിയുമ്പോൾ പെട്ടെന്ന് ഈ കല്ലുകളൊക്കെ പൊട്ടും, അത് ചിതറും, അപകടമുണ്ടാകും. എന്നാൽ മുകളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ, ഒരാളെ മാത്രമേ ഇപ്പൊ വലിച്ചു കയറ്റുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, ദൈവത്തിന് സ്തോത്രം, നീ ഈ കൊട്ടയിൽ കയറിക്കൊള്ളാൻ പറയും. നമ്മളെങ്ങനെയാ? നമ്മളെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ ആരെയും രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ വിശ്വാസി എങ്ങനെയാ ചെയ്യേണ്ടത്? അവിശ്വാസികളായിട്ടുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അവൻ ദൈവമില്ലെന്ന് നിരീശ്വരമായ ഒരു മനുഷ്യനാ. അവനോട് പറഞ്ഞു, നീ കയറിക്കൊള്ളാൻ പറഞ്ഞു. അവൻ കയറിയ ഉടനെ തന്നെ ദൈവത്തിന് സ്തോത്രം, അദ്ദേഹം വെടിമരുന്നിന് തീ കൊടുത്തു. ആ നിമിഷത്തിൽ പെട്ടെന്നൊരു കൊട്ട താഴെ വരുന്നുണ്ട്. ആ മനുഷ്യന് അതിൽ കയറി. പക്ഷേ ആ പാറകളൊക്കെ പൊട്ടി തകരുകയാ. ആ കനി മുഴുവൻ കൊണ്ടുവന്നു. ആ മനുഷ്യനെ പുറത്തിറക്കിയപ്പോൾ
എല്ലാവരും അവിടെ എതിരാളികൾ കൂടി അവരെല്ലാം വേദനിച്ചു. ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു കാണും. അദ്ദേഹം മരിച്ച കൊട്ടയിൽ മരിച്ച് ഒരു പക്ഷെ വീട് കിടക്കുകയായിരിക്കുമെന്ന് കരുതി അവര് ഭാരപ്പെട്ട് അദ്ദേഹത്തെ വലിച്ചു കയറ്റി കരയ്ക്ക് കയറ്റിയപ്പോൾ ഒരു കേടും പറ്റാതെ ആ വിശ്വാസിയെ അക്കരയ്ക്ക് അക്കരയ്ക്ക് എത്തിച്ചൊരു ദൈവമുണ്ട്. എന്നാ കാര്യം എന്നറിയാമോ? നമ്മളെ കരുതുന്നവനൊരു ദൈവമുണ്ട്. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടി, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ ആമേൻ കണ്ണുനീരിന്റെ അപ്പൊ നമ്മൾ ഓർമ്മ, നമ്മൾ കരയുമ്പോൾ നമ്മളെ കൈവിടാത്തൊരു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ സ്വന്തം പറഞ്ഞാട്ട്. അപ്പോ നമ്മൾ വായിച്ച ഒരു വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. ആമേൻ ആമേൻ. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് ആമേൻ കുടിക്കട്ടെ എന്നിൽ വായിച്ച ഭാഗം. ആ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ ആരും ഒഴിവാക്കിയിട്ടില്ല. ദാഹിക്കുന്നവനെല്ലാം ഇസ്രായേൽ മക്കളെ നോക്കി പറയുന്നതാ, ആമേൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ഇവരുടെ അതിന്റെ അർത്ഥത്തിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ആമേൻ. യഹൂദന്മാരുടെ ആമേൻ പ്രത്യേക ഒരു ഉത്സവമുണ്ട്. ആ ഉത്സവം 7 ദിവസമാണ്. ആ 7 ദിവസത്തെ ഉത്സവത്തില് ആമേൻ അവരെന്ത് ചെയ്യുന്നറിയാമോ? ശീലോഹോ കുളത്തിൽ നിന്ന് വെള്ളം കോരി ആമേൻ അവിടെ വെച്ചിരിക്കുന്നതായ ആമേൻ വെള്ളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആമേൻ ഒരു പാത്രത്തില് അവര് ആ വെള്ളം കോരി പകർന്നു വെക്കും. എന്നിട്ട് 8-ാം ദിവസം യേശു കടന്നു ചെല്ലുമ്പോൾ അവരെന്തിനാ 7 ദിവസം പകർന്ന വെള്ളം കുടിച്ച് തൃപ്തി പ്രാപിപ്പാൻ തക്കവണ്ണം ആമേൻ അവര് തിക്കും തിരക്കും കൂട്ടാൻ തുടങ്ങിയ ഉടനെ യേശു വിളിച്ചു പറഞ്ഞത്, ഈ വെള്ളം നിങ്ങൾ കോരി വെച്ച വെള്ളം കുടിച്ചാൽ മറ്റെവിടെ നിന്നെങ്കിലും ദൈവത്തിൽ നിന്ന് അല്ലാതെ നിങ്ങൾക്ക് വെള്ളം ലഭിച്ചാൽ നിങ്ങൾക്ക് ദാഹിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ ഒരു നാളും ദാഹിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മള് പരിശുദ്ധാത്മാവിന്റെ ഉറവയിൽ നിന്ന് നമ്മൾ പാനം ചെയ്യുന്നവരാ. നമുക്ക് ദാഹം വരികയില്ല. കാരണം നമുക്ക് മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുവാനുള്ള ആഗ്രഹമാണ് നമുക്ക് വരുന്നത്. ഞാൻ പറയുമ്പോ എന്റെ ജീവിതത്തിൽ 12 വർഷത്തിനപ്പുറം 12ആണെന്ന് തോന്നുന്നു ഞാനൊരു ട്രാക്ട് എഴുതി. ഇപ്പൊ അത് 25,000 ട്രാക്റ്റുകള് ഈ പ്രാവശ്യം 10,000 അടിച്ചു. 25,000 ട്രാക്റ്റുകൾ വിതരണം ചെയ്യുവാൻ ഇടയായി. എത്രയോ പേര് മനസ്സാന്തരപ്പെട്ടു. എത്രയോ പേര് ആ ഫോണിലൂടെ വിളിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്നാന്നറിയാമോ? നമുക്കൊരു ദാഹം തോന്നുമ്പോൾ മറ്റുള്ളവനും ദൈവത്തിൽ നിന്ന് ഈ ദാഹം തീർക്കുവാൻ തക്കവണ്ണം നമ്മൾ തൃപ്തരായതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം. നിങ്ങൾ സന്തോഷമുണ്ടോ? അതെപ്പോഴും നമ്മുടെ ദാഹമൊന്ന് തീർന്നിട്ട് വേണ്ടേ മറ്റുള്ളവന്റെ ദേഹം തീർക്കാൻ എനിക്ക് കഴിയുമെന്നാണോ ചിന്തിക്കുന്നത്? അല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളും നിറയപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവന്റെ ദാഹം തീർപ്പാൻ നമുക്ക് കഴിയണം. ഞാൻ ചോദിക്കുന്നുണ്ട്, ക്ഷമിക്കണേ, നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചോദിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ കർത്താവിനായി നേടാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതുവരെ എന്റെയും നിങ്ങളുടെയും ദാഹം തീർന്നിട്ടില്ലെന്ന. സ്തോത്രം സ്തോത്രം. യോശുവ വിളിച്ചു പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ. ഇതങ്ങോട്ട് പറഞ്ഞിട്ട് യോശുവയ്ക്ക് കഴിയുമെങ്കിൽ ഞാൻ ദൈവത്തെ കണ്ടിറങ്ങിയവരാ എന്റെ കുടുംബം എന്തുകൊണ്ട് യഹോവയെ സേവിക്കുന്നില്ല എന്ന് ചോദിക്കാതെ, അതേ ഞങ്ങൾ ദൈവത്തെ
സേവിക്കുമെന്ന് പറയുവാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവരും. നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനം കേട്ടത് ഇവിടെ തന്നെ ഇട്ടിട്ട് പോകാനല്ല, ആ വചനം കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവേ, കർത്താവേ, ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി നൽകണമേ എന്ന് നമ്മൾ പറയുവാനായിട്ട് തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ അനേക യാഗങ്ങളുണ്ട്. അമേൻ. അതിനെക്കുറിച്ച് പറയുന്നതിനായിട്ട് ഞാൻ പ്രാരംഭത്തില് 5 യാഗങ്ങളെ കുറിച്ച് വേഗത്തിൽ പറഞ്ഞാലും എടുക്കണ്ട. ലേവ്യ പുസ്തകത്തിലുണ്ട്. നമുക്ക് രണ്ടാമത് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹോമയാഗം, ഒന്നാമത്തെ യാഗം ഹോമയാഗമാണ്. എന്താണ് ഹോമയാഗമെന്ന് നമ്മൾ അല്പം കൂടെ ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഹോമയാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മുഴുവൻ ദഹിക്കണം. അത് ദൈവസന്നിധിയിലേക്ക് സൗരഭ്യവാസനയായി അതിന്റെ ദഹനത്തില് ദഹനത്തിലൂടെ ദൈവസന്നിധിയില് ചെല്ലുമ്പോൾ ആ യാഗത്തിന്മേൽ, പഴയ നിയമ യാഗത്തിന്മേൽ ദൈവം പ്രസാദിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ എന്റെയും നിങ്ങളുടെയും ആരാധനയാകുന്ന ആ ധ്യാനമുണ്ടല്ലോ, ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പുതിയ 2-ാം ഇശ്രായേലായ നമുക്ക് ആദ്യ യാഗം, ഹോമയാഗം, നമ്മുടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ സൗരഭ്യവാസനയായി എത്തപ്പെടുന്നതിനെ കാണിക്കുക. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആരാധന സ്വർഗത്തിൽ എത്തപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യോ? ദൈവം നമ്മളെ വിടുവിക്കുമെന്ന് കാണിക്കുക. ജനത്തിനും അതുപോലെയായിരുന്നു. അവരുടെ ഹോമയാഗം മൃഗങ്ങളായിരിക്കാം, പക്ഷികളായിരിക്കാം. ആ ദഹന വസ്തു അല്ലെങ്കിൽ യാഗവസ്തു ദഹിച്ച് അതിന്റെ സൗരഭ്യം ദൈവം മടക്കുമ്പോൾ അവർക്ക് അവരുടെ പാപത്തെ ദൈവം ക്ഷമിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധനയാകുന്ന ആ സൗരഭ്യം ദൈവത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ വിടുതൽ ദൈവം നമുക്ക് നൽകുമെന്ന് പറയുക. അപ്പൊ നോക്കിയോടെ, പഴയ നിയമത്തിലെ ഹോമയാഗം ഇന്ന് ക്രിസ്തുവിന് അർപ്പിക്കുന്ന, ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാഗത്തിന്റെ നേളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ക്രിസ്തുവിനെ ലോകമെമ്പാടും ആരാധിക്കുമ്പോൾ നമുക്ക് ഹോമയാഗത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആരാധനയാണ് ദൈവത്തിനാണ്. രണ്ടാമതായിട്ട് അതിന്റെ 2-ാം വാക്യത്തില്, 1-ാം വാക്യത്തില് ഹോമയാഗത്തെ കുറിച്ച് പറയുന്നത്, 2-ാം വാക്യത്തിൽ ഭോജനയാഗത്തെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച എല്ലാവരും, ഭോജനയാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭോജനയാഗത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഇതെന്താണെന്നറിയാമോ? മനുഷ്യരുടെ സേവനത്തിനായി ക്രിസ്തു തന്നെ ദൈവത്തിനായി സമർപ്പിച്ചതിനെ കുറിക്കുകയാണ്. സ്വതന്ത്രം ഒന്നുകൂടെ പറയാ, മനുഷ്യരുടെ എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ആവശ്യത്തിനായി എന്റെ കർത്താവ് അവൻ തന്നെ ദൈവത്തിനായി സമർപ്പിച്ച് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെ കാണിക്കുന്നതാണ് പഴയ നിയമത്തിലെ നേലായിരിക്കുന്ന ഭോജനയാഗം. 3-ാമതൊരു യാഗമുണ്ട്, അത് സമാധാന യാഗം. ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് സമാധാന യാഗമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്, സമാധാന യാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ദൈവവും നമ്മളും തമ്മിലുള്ള നിരപ്പിനെ കുറിക്കുന്നതാണ്. യഹൂദന്മാരുടെ പഴയ നിയമത്തിലെ സമാധാന യാഗം. ഞാൻ നിങ്ങളും ദൈവവുമായി നിരപ്പ് പ്രാപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, കർത്താവേ, എന്റെ ജീവിതത്തിലെ കുറവുകള് നിന്റെ പരിശുദ്ധ രക്തമൊഴിച്ച് കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ശ്രദ്ധിച്ചാട്ട് ആ സമാധാന യാഗത്തെ ഇവിടെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാ. നാലാമതായ ഒരു യാഗമുണ്ട്, അത് പാപയാഗമാണ്. ഇത് 1 മണിക്കൂർ പ്രസംഗിക്കേണ്ട വിഷയമാണ്. ഇനി എനിക്ക് എപ്പോഴെങ്കിലും നമുക്ക് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോ നമ്മുടെ പാപയാഗത്തെ കുറിച്ച്, പാപം നമ്മളിൽ നിന്ന് ക്ഷമിച്ചു കിട്ടേണ്ടതിന്റെ ആ യാഗമായിരുന്നു പഴയ നിയമയാഗം. എന്നാൽ നമ്മൾ പാപികളായിരിക്കുമ്പോൾ ഇപ്പൊ ഓർക്കണം, അതിന്റെ നേലായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, ആ സത്യത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുകയാണ്. പാപയാഗത്തിന് 2-ാം ഇശ്രായേലായ നമുക്ക് ദൈവം പരിഹാരം നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എങ്ങനെയാ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു? നമ്മുടെ പാപത്തിന് വേണ്ടി അവന് പാപപരിഹാരം വരുത്തിയെന്ന സത്യത്തെയാണ് പഴയ നിയമത്തിലെ പാപയാഗത്തെ കാണിക്കുന്നത്. 5-ാമതായി ഒരു അകൃത്യയാഗമുണ്ട്. ഞാൻ ഈ വേദഭാഗമൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ പിന്നെ അവരോട്ട്
നോക്കിയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ യാഗം അകൃത്യയാഗമാണ്. ആമേൻ. അകൃത്യയാഗത്തിന് വേണ്ടിയും മൃഗങ്ങളെയും പക്ഷികളെയും കൊല്ലേണ്ടിയിരിക്കുന്നു. എന്നാൽ അകൃത്യയാഗം കാൽവരിയിൽ എന്റെ കർത്താവ് പൂർത്തീകരിച്ചതുകൊണ്ട് നമ്മുടെ തിന്മ പ്രവർത്തികൾക്കായി ക്രിസ്തു മരിച്ചു എന്ന സത്യം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ പഴയ നിയമയാഗത്തിൽ നമ്മുടെ തിന്മ പ്രവർത്തികൾക്ക് വേണ്ടി അവൻ ആമേൻ യാഗമായി തീർന്നുവെന്ന് കുറിച്ചിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ 5 യാഗങ്ങളാ പ്രധാനമായിട്ടുള്ളത്. ഹോമയാഗം, ഭോജനയാഗം, പിന്നെ മറ്റു യാഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പ്രധാനമായും സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഇതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മാത്രമാ. പ്രിയപ്പെട്ടവരെ, എന്റെ തിന്മ പ്രവൃത്തികൾക്കായിട്ട് നമ്മളവിടെ കാണുന്നത് അവൻ നമ്മുടെ തിന്മ പ്രവൃത്തികൾക്ക് അവൻ പരിഹാരം വരുത്തിയെന്നാണ് നമ്മളവിടെ കാണുന്നത്. മാത്രമല്ല, ഞാൻ പാപിയായിരിക്കുമ്പോൾ പാപയാഗത്തിന് പകരമായി ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന സത്യത്തെ പഴയ നിയമയാഗം കാണിക്കുകയാണ്. സമാധാനയാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഞാനും ദൈവവുമായി നിരപ്പിലേക്ക് കടന്നു വരുന്ന സമാധാനയാഗം, അത് ക്രിസ്തുവിലൂടാണ് ആ നിരപ്പിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നത്. ഭോജനയാഗത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യരുടെ സേവനത്തിനായി ക്രിസ്തു തന്നെ ദൈവത്തിനായി സമർപ്പിച്ചതിനെ കാണിക്കുകയാണ്. എന്നാൽ ഹോമയാഗത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ആ യാഗം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ദഹിച്ചു തന്ന ശേഷം ആമേൻ അതിന്റെ മണം ദൈവത്തിന്റെ മൂക്കിലേക്ക് അടിക്കുമ്പോൾ ആ മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചു തരിക. അപ്പൊ നമ്മുടെ ആരാധനയെ കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാനും നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ വേറെ ആരും വേണമെന്നില്ല. ആരാധന ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം അവൻ നമ്മുടെ ഹോമയാഗമായത് കണക്കിട്ട് നമ്മുടെ ആരാധനയെ അവൻ ദൈവം മണത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ആവശ്യങ്ങളുടെ മേൽ അവൻ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ ഉപവാസത്തിന്റെ 3-ാമത്തെ ദിവസം ഞാൻ നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ആ ഉപവാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഉപവാസം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കണം? ആരും മിണ്ടുന്നില്ല. എങ്ങനെ ഇരിക്കണ്ടേ? എന്നാ പണ്ടാണ്ട് പറഞ്ഞ കുത്തി കൊടുത്തിരിക്കണോ? സന്തോഷത്തോടെ അല്ലേ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ പറയുക 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഉപവസിക്കുന്ന ഒരു ദൈവത്തിന്, ഒരു ദൈവമൈതൽ ലഭിക്കുന്ന ആമേൻ 3 കാര്യങ്ങള്. ആമേൻ. അവന്റെ മുഖം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ദൂതന്മാരുടെ പ്രഭ അവന് ലഭിക്കും. സ്തോത്രം. ഞാൻ നിങ്ങളുടെ ആരും മുഖത്തോട് നോക്കുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൂതന്മാരുടെ പ്രഭ ലഭിക്കും. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അറിയോ, ചില ദേവദാസന്മാരെ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം. ചില ദേവദാസന്മാര് പറയുന്നെങ്കിലും മുഖത്ത് നോക്കിയാൽ ഒരു സന്തോഷമില്ല. ഉണ്ടോ? ഇതൊന്നും വിടുന്നില്ല. ആമേൻ. എന്താണെന്നറിയാമോ? അവൻ ഉപവസിച്ചിറങ്ങുമ്പോൾ അവരുടെ മുഖം എങ്ങനെയാ? ദൂതന്മാരുടെ ലഭിക്കുന്ന പ്രഭ അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുക. രണ്ടാമതായി, ഉപവസിക്കുമ്പോൾ സ്വർഗം തുറക്കും. നമ്മൾ കണ്ടല്ലോ, സ്വർഗം തുറന്ന് യേശുവിന്റെ സ്നാന സമയത്ത് പ്രാവിന്റെ രൂപത്തില് പരിശുദ്ധ രൂപ അവന്റെ മേലിറങ്ങി വരുന്നുവെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്താ വേണം? പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇറങ്ങി വരുമ്പോഴാണ് ഈ പ്രഭ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അമ്മ രണ്ടാമത് പറയുകയാണ്, സ്വർഗം തുറക്കും. സ്വർഗം തുറക്കും. സ്വർഗം തുറന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്വന്തം പറഞ്ഞാട്ട് ഇന്ന് സ്വർഗം തുറന്നിരിക്കുക. എങ്ങനെ അറിയുന്നേ? നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മീയ കണ്ണുകളിൽ കാണാൻ കഴിയണം. അവൻ പിതാവാന്തം ഇങ്ങോട്ട് കുനിഞ്ഞു നോക്കുക, ഇതുപോലെ ആരാധനയിലേക്ക് കുനിഞ്ഞു നോക്കുക, പുത്രൻ തമ്പുരാൻ കുനിഞ്ഞു നോക്കുക, മാത്രമല്ല കോടാനുകോടി ദൂതന്മാർ ഈ ആലയത്തിലേക്ക് കുനിഞ്ഞു നോക്കുക. ആരാണ് എന്റെ മകന് മകള് വേദനപ്പെടുന്നത്? അവരുടെ ഉപവാസത്തിൽ ആർക്ക് വേണ്ടിയാണ് ഞാൻ വിടുവിക്കേണ്ടതെന്ന് അവൻ കുനിഞ്ഞു നോക്കുകയാണ്. അത് സ്വന്തം പറയുന്നുണ്ട്. സ്വന്തം പറയുവാൻ ലഭിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സ്വർഗം തുറക്കും ഉപവാസത്തില്. മാത്രമല്ല 3 പറക്കാൻ നമുക്ക് ചിറകുകൾ തരും. ആരാധിക്കുമ്പോൾ നമ്മളറിയാതെ ദൈവത്തിന്റെ മുഖം കാണാൻ ഭാഗ്യം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. മാത്രമല്ല ദൈവം നമ്മോട് സംസാരിക്കും. ഞാൻ ഫേസ്ബുക്കിലായതുകൊണ്ട് നമ്മളോടൊക്കെ പറയുക, ഞാൻ ഏറെ ആഗ്രഹിച്ചു ദൈവശബ്ദം കേൾക്കാൻ, ഏറെ ആഗ്രഹിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദൈവശബ്ദം? ഞാൻ ദൈവശബ്ദം കേട്ടത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്, അല്ലേ? ഞാൻ നിൽക്കുന്നില്ല. ആമേൻ. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നില്ല. ഒരു ഉപവാസത്തില് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഇന്ന് നിന്നോട് സംസാരിക്കാൻ പോവുക ആരംഭ നിമിഷത്തില 93 കാലഘട്ടത്തില. സ്വതന്ത്രം ഇന്ന് നിങ്ങളോടും പറയുക, ദൈവം സംസാരിക്കാൻ പോകുന്നു. ഇത് കേൾക്കുന്നവർക്കും നമുക്കും അത് അനുഗ്രഹമാക്കി മാറ്റും ദൈവം. ഒരു പ്രാവശ്യം എന്റെ ഉള്ളിലൂടെ ദൈവ ശബ്ദം കേട്ടെങ്കിൽ അവൻ ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തത് 12 മണിയായപ്പോ, അന്ന് ഈ ആദ്യ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം അതുവരെ ലഭിച്ചിട്ടില്ല. ആദ്യ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് വിളിച്ചു പറയും. പറയില്ല, കുറവില്ലാത്ത മനുഷ്യരില്ല, പറയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ആദ്യ സ്നേഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമുക്കത് നല്ലതായിട്ട് കാണാൻ കഴിയണം, അല്ലെ? തിന്മ ഭവിച്ചാൽ പോലും അത് നല്ലതായിട്ട് കാണാൻ കഴിയണം. അതാണ് ദൈവപൈതലിന് ദൈവശോഭ ലഭിക്കുമെന്ന് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാന് 12 മണിയായപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് എങ്കിലും ഞാനങ്ങ് പറയുക, ഇതിനകത്ത് കേൾക്കാത്തവരുണ്ട്, ധാരാളം ആളുകൾ കാണുന്നു, കേൾക്കുന്നുണ്ട്. ഞാൻ 12 മണിയായപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എനിക്കുള്ള ഫുഡ് തരുമോ? അന്നേരം ചോദിച്ചു, എന്തിനാ ഇപ്പൊ നമ്മള് പ്രാർത്ഥന തീർന്നിട്ടില്ലല്ലോ? ഞാൻ പറഞ്ഞല്ല, എന്നോട് ദൈവം സംസാരിക്കാൻ പോയി. അത് എന്നോടല്ലേ പറഞ്ഞത് ദൈവം സംസാരിക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് ദൈവം സംസാരിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചു. ആ പുള്ളിക്കാരി പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഞാൻ കിടന്നുറങ്ങുക. ഉറങ്ങുമ്പോ ദൈവത്തിന് സ്തോത്രം, സമയമൊന്നും ഞാനിപ്പോ ഓർക്കുന്നില്ല, നാളുകൾക്ക് മുമ്പ് ആമേൻ, യോഹന്നാൻ 10:3 എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുക. എല്ലാവരും എടുക്കാൻ പോയി. ആരും എടുക്കണം, നമുക്കറിയാമെന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ വായിപ്പിക്കത്തില്ല, കാരണം വായിപ്പിച്ചാൽ അതിനകത്ത് കേൾക്കത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ 10:3 എന്ന് പറയുന്ന ആ ഒരു ശബ്ദം ഞാൻ കേൾക്കുക. ഞാനും നിങ്ങളെ പോലെ 2-3 ദിവസമായിട്ട് ഈ പ്രാർത്ഥന പ്രസംഗം കേൾക്കുകയല്ലേ, ഇതെല്ലാം അറിയാമെന്നല്ലേ വിചാരിച്ച് ഞാൻ വീണ്ടും ഒന്നുകൂടെ മുകളിലേക്ക് വലിച്ചിട്ടിട്ട് ഞാൻ കിടന്നുറങ്ങിയ എന്റെ മറ്റേ ചെവിയിൽ വീണ്ടും ആ ശബ്ദം കേട്ടു, യോഹന്നാൻ 10:3. അപ്പൊ എനിക്കറിയാമോ ഇതെടുക്കാൻ എനിക്കറിയാമോ? എനിക്കറിയത്തില്ല. ഞാൻ ഓടിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ടവരിൽ കൊടുത്തു. ഇനി യോഹന്നാൻ 10:3 എടുത്തു വരാൻ പറഞ്ഞു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, ആടുകളെന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുവരുന്നു, ഞാൻ അവയ്ക്ക് മേച്ചിൽ സ്ഥലം കൊടുക്കുന്നു. ഇവിടെ എന്താ വേണ്ടി? 2 പ്രാവശ്യം യോഹന്നാൻ 10:3 എന്ന് കേട്ടു. അതിനുശേഷം ഞാൻ വേദപുസ്തകത്തിലുള്ളത് വായിച്ചു കേട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ള ആ ഉറപ്പിലാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. അല്ലെ, എന്നേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് ഇല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നമ്മുടെ നാശത്തിനല്ല, പിന്നെ എന്തിനാ? ക്ഷേമത്തിനാ. എല്ലാവരും അത് പറഞ്ഞേ. നമ്മളെ കുറിച്ചുള്ള പദ്ധതി നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ക്ഷേമത്തിനാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ആഗ്രഹിക്കുക, ഈ ദൈവശബ്ദം ഒന്ന് കേൾക്കണം. ഞാൻ എത്രയോ നാളായി കൂട്ടായ്മയിൽ കടന്നു പോകുന്നു, ഞാൻ എത്രയോ നാളായി മീഡിയയിലൂടെ ദൈവവചനം കേൾക്കുന്നു. ആ ശബ്ദം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എന്നെ കൂടെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് ആര് കൊതിക്കുന്നുവോ, ആരാഗ്രഹിക്കുന്നുവോ അവരോട് ദൈവം ആമേൻ ഇന്ന് തന്നെ സംസാരിക്കൂ. കാരണം ദിവസം പറയുന്നത് എങ്ങനെയാ? ആഗ്രഹിക്കുന്ന ആത്മാവിനെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയാമോ? അങ്ങനെയില്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നർത്ഥം. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം കൂടെ വസിക്കുക. അപ്പൊ നമ്മൾ വസിക്കുന്നത് ദൈവസന്നിധിയിൽ. അപ്പൊ നമ്മുടെ ദൈവത്തോടുകൂടെ പറഞ്ഞ ശരിയാ, ദൈവത്തോടുകൂടെ വസിക്കുന്ന അനുഭവമാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇനിയും വായിക്കുക. 2 ദിനവൃത്താന്തം 7:14 വാക്യത്തില് ഉപവസിക്കുമ്പോൾ 3 അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു, ദൂതന്മാരുടെ പ്രഭ ലഭിക്കണമെങ്കിൽ, സ്വർഗം തുറക്കണമെങ്കിൽ, പറക്കാൻ ചിറകുകൾ വേണമെങ്കിൽ, ആമേൻ, തോൽക്കാത്ത ആയുധമാണ് ഈ ഉപവാസം എന്നൂടെ 4 കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ വിട്ടു. തോൽക്കാത്ത ആയുധമാണ് ഉപവാസം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് നോക്കാം. 2 ദിനവൃത്താന്തം 7:14 പറയുന്നു, എന്റെ ജനം
കേട്ടുകൊണ്ടിരുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്ത് സൗഖ്യം വരുത്തി കൊടുക്കും. എന്തോ വാഗ്ദത്തമാണ് ഈ വാഗ്ദത്തമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങള് ഇവിടെ ശുശ്രൂഷ ആരംഭിച്ചത്. വേദന ഇല്ലാഞ്ഞിട്ടല്ല, വിരഹ ദുഃഖമില്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങളില് ദൈവത്തിന്റെ സ്വന്തം വേർപാടിന്റെ അനുഭവം ഇല്ലാഞ്ഞിട്ടല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം കേട്ടതുകൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ നിർവടിയായി നിറവേറ്റുവാൻ ദൈവം കൃപ തരുന്നത്. അവിടെ പറയുകയാണ്, ഇവിടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇസ്രായേൽ ജനത്തോട് പറയുക, ഇത് രണ്ടാം ഇസ്രായേലായ നമ്മോട് എന്താണ് സംസാരിക്കുക? അവിടെ പറയുകയാണ്, ഒന്ന് അവൻ തങ്ങളെ തന്നെ താഴ്ത്തണം. നമുക്ക് താഴ്ത്താൻ മനസ്സുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ താഴ്ത്തണം. നമ്മുടെ ആൾക്കാർക്ക് തന്നെ താഴ്ത്താൻ മനസ്സില്ലാത്തവരാ ദൈവത്തിന് സ്വന്തം. പക്ഷെ നമ്മൾ ദൈവസഭയിൽ വരുമ്പോൾ നമ്മൾ സമ്മതിക്കും, ഞാനൊന്നുമല്ല. എന്നോട് ചോദിച്ചാൽ എന്നാ പറയും? ഞാൻ വർഷാന്തര യാഗത്തിന് എപ്പോഴും പൊക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ ഞാൻ എന്റെ കുടുംബത്തിൽ യഹൂദ ഗോത്രത്തിൽ അല്ലെ യഹൂദന്മാരുടെ മധ്യേ ഞാൻ നിന്ദിക്കപ്പെട്ടവളാണ്. ഞാൻ ദേവാലയത്തിൽ പോകാനിട്ടാണോ? ഞാൻ ദേവാലയത്തിൽ ആരാധനയിൽ ശ്രദ്ധയോടെ പങ്കെടുക്കാനിട്ടാണോ? എന്നാൽ ഞാൻ നിന്ദിക്കപ്പെട്ടവളാണ്. പക്ഷേ അവിടെ ഭർത്താവ് എത്ര നല്ലവനായിരുന്നു അറിയാം, നമുക്കറിയാവുന്ന. അവിടെ ഈ വേദന മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, നിനക്ക് ഞാൻ 10 പുത്രന്മാരെക്കാട്ടിലും എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. ആ ഭാര്യയെ നല്ലവണ്ണം കരുതുന്നവരായിരുന്നു ഭർത്താവ്. സ്വന്തം. എന്നിട്ട് നീ ദുഃഖിക്കുന്നത്. പക്ഷേ അവളുടെ നിന്നെ മാറ്റിയ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് അവളെ എന്ത് ചെയ്തു? പിന്നീട് ഭർത്താവ് വർഷാന്തര യാഗത്തിന് കടന്നു ചെല്ലുമ്പോൾ അവിടെ ചിരി അനങ്ങിയതല്ലാതെ പുറത്തേക്ക് ശബ്ദം വന്നില്ല. എന്നാൽ ഇതറിയുന്ന ഒരു ദൈവമുണ്ട്. പിറ്റേ വർഷത്തേക്ക് ശമൂവേൽ ബാലനെ അവൾക്ക് കൊടുത്തൊരു ദൈവമുണ്ട്. അപ്പൊ ദൈവം തരുന്ന ആദ്യ യാതന എന്ത് ചെയ്യണം? ദൈവത്തിന് സമർപ്പിക്കണം. സ്വതന്ത്രം. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ഞാൻ അറിവില്ലായ്മയുടെ കാലത്ത് നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും ഒക്കെ ആ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നെന്നാ കരുതുന്നത്. ദൈവത്തെ അറിയത്തില്ല. ദൈവം അനുവദിച്ചിട്ടല്ലാതെ മക്കളെ ദൈവം നൽകത്തില്ല. ഞങ്ങൾ എന്ത് വില കൊടുക്കേണ്ടി വന്നു? ഞങ്ങൾക്ക് ഈ ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നു? എനിക്ക് രണ്ടാമതും ഖത്തർ പാസ്പോർട്ട് ഓഫീസിൽ പോയി ജോലി ചെയ്യുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് ഞങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ ദേശത്തെ അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഏഴകളായി നിങ്ങളോട് ഇരിക്കുന്ന നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും. ഇല്ല, ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ? ദൈവം നിങ്ങളെയും തിരഞ്ഞെടുത്തു. അതിനൊരു സ്വന്തം പറഞ്ഞേ. അപ്പൊ ഒന്ന് അവിടെ പറയുക, ദേശത്തിന് സൗഖ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒന്ന് തങ്ങളെ തന്നെ താഴ്ത്തണം. അല്ലേ? പണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ എന്താ സീറോയാണെന്ന് പറഞ്ഞത്. ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ സീറോയാ. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഹീറോയാ. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? നമ്മളെ തോൽക്കാൻ സമ്മതിക്കത്തില്ലവൻ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. അല്ലേ? ദൈവം നമ്മളെ നടത്തിക്കും. സ്വതം. അവ വിശ്വസ്തയോടെ നടക്കും. ഒന്ന് നമ്മളെ തന്നെ താഴ്ത്തും. നമുക്കറിയാം, നമ്മൾ ഒന്നാം ദിവസം തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതാ. എന്നിട്ട് അവിടെ പറയുക, താഴ്ത്തി പ്രാർത്ഥിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം അറിയാമോ? നീ എന്റെ മുഖം അന്വേഷിക്കണം. യഹൂദന്മാരോട് പറയുക. അല്ലേ? നമ്മൾ നോക്കി, നമ്മൾ ലോകത്തിന്റെ മുഖം അന്വേഷിച്ചാൽ, ലോകത്തേക്ക് നമ്മൾ മുഖം നോക്കിയാൽ ലോകത്തുള്ളവർ നമ്മളെ പഴിക്കും, ദുഷിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പുറപ്പുറത്ത് കയറി എന്ന് പറയും. എന്നാൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് നിനക്ക് കിട്ടിയാൽ അത് വലിയൊരു അനുഗ്രഹമാ. അവിടെ പറയുക, എന്റെ മുഖം അന്വേഷിച്ച്. എന്നിട്ട് പറയുക, നിന്റെ ആ പഴയ നിയമത്തിലെ ആളോട് പറയും, നമ്മളെ കുറിച്ച് അല്ല പറയുന്നത്, ഞാനൊക്കെ പറയട്ടെ, ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ എന്ത് ചെയ്യും?
ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട്. അയ്യോ, സ്തോത്രം പറയാതിരിക്കും എങ്ങനെ കഴിയുന്നത്? നമ്മുടെ പ്രാർത്ഥന, ഈ 3 ദിവസത്തിലെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഹല്ലേലൂയ. അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ 3 ദിവസത്തെ പ്രാർത്ഥന നമ്മുടെ ദേശത്തിന് ദൈവം സൗഖ്യം വരുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, നമ്മുടെ ദേശത്തിന് വേണ്ടി, ഇവിടെ കടന്നു വരുന്ന എല്ലാ ജനത്തിനു വേണ്ടി, ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം ചെയ്താൽ മതി, ഒന്ന് താഴ്ത്താൻ തയ്യാറാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ വിലപ്പെട്ട ദാസന്മാരൊക്കെ, ആമേൻ, അവരൊക്കെ പിടിക്കപ്പെട്ടത്, കർത്താവിനാൽ പിടിക്കപ്പെട്ടത് അവരുടെ ഒരു പക്ഷേ ആമേൻ അവരുടെ പട്ടിണിയിലായിരിക്കാം, പരിപക്ഷത്തിലായിരിക്കാം, അവരുടെ രോഗത്തിലായിരിക്കാം, ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം, അവരുടെ വേദനയിലായിരിക്കാം. അപ്പൊ അവര് ഡോക്ടർമാരുടെ അടുക്കലൊക്കെ ചെന്നു കാണും. ഡോക്ടർമാർക്ക് സൗഖ്യം കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അവര് ബോധ്യപ്പെട്ടപ്പോൾ ആ യേശുവിനെ അനുധാവനം ചെയ്യുവാനായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടുന്നില്ല. അങ്ങനെ കണ്ടുമുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തണേ. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ആരും ദൈവത്തെ കണ്ടുമുട്ടുകയില്ല. അവർ ധരിക്കും ഇത് തന്നെയാണ് സ്വർഗം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു അമ്മച്ചി ഇടയ്ക്ക് ചെന്ന് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറയുമ്പോൾ അമ്മച്ചി പറഞ്ഞു, ജോസഫ്, നീ എന്നോടൊന്നും പറയണ്ട, ഇപ്പോഴാണ് എന്റെ സ്വർഗം. അമ്മച്ചി പറയുക, ഇപ്പോഴാണ് എന്റെ സ്വർഗം. ഞാൻ ഇന്നലെ ഓർത്തു, ഈ അമ്മച്ചി ഇങ്ങനെ പറയാൻ കാര്യം, ദൈവത്തെ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനെന്ന് ആദരമായി സ്വീകരിച്ചത് കൊണ്ടാണോ ഇപ്പൊ എന്റെ സ്വർഗം എന്ന് പറയാൻ കഴിയായത്? ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, ഈ പ്രദേശത്ത് നിന്ന് വചനം വരുന്നുണ്ടായിരുന്നു, വചനം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചിയോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വചനം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണോ ഇപ്പൊ സ്വർഗമെന്ന് പറയാനിടയായി തീർന്നത്? അങ്ങനെയല്ല. എന്റെ ഭർത്താവ് ഒരു അധ്യാപകനായി. അന്ന് പഴയ കാലത്ത് അണയെന്നാ പറയുന്നത്, അല്ലെ, ഇത്ര അണ അല്ലേ കിട്ടും ശമ്പളം. ഇന്ന് 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ. പക്ഷെ പിള്ളേർ ഒത്തിരി ഉണ്ട്. അവരുടെ വയറ് നിറച്ചു കൊടുക്കാൻ നിർവാഹമില്ല. അപ്പൊ ഞങ്ങളുടെ അയ്യത്ത് ഇഷ്ടം പോലെ ഓമയ്ക്കായും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക്, ആമേൻ, അന്ന് അദ്ദേഹത്തിന് കിട്ടുന്നത് കൊണ്ട് പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ലായിരുന്നു ആ കുഞ്ഞുങ്ങളെ വളർത്തുവാന്. എന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി. അന്ന് എന്റെ നരകമായിരുന്നു. അന്ന് എന്റെ നരകമായിരുന്നു. ഞാൻ വേണ്ടി ചോദിച്ചു, ഇപ്പൊ എന്നാ സ്വർഗം എന്ന് പറയുന്നത്? ഇപ്പൊ പിള്ളേര്, ഞാനൊരു ചായ കുടിക്കുന്നത് എങ്ങനെയാണ്? നല്ല മധുരം ഇട്ടാണ് കുടിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ മതി, പഞ്ചസാര ഇട്ടാണോ കുടിക്കുന്നത്? പഞ്ചസാരയല്ല, പിള്ളേർ പാക്കറ്റ് കണക്കിന് മധുരിക്കുന്ന, മധുരമുള്ള ഗുളികകള് ഇഷ്ടംപോലെ കൊടുത്തതാണ് വയറ്റിട്ടുണ്ട്. ഇപ്പൊ എന്നെ എന്നാ സ്വർഗം? എനിക്കറിയില്ല. ആ അമ്മയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ആരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. ജീവിതത്തിൽ കഷ്ടപ്പാട് വന്നത് നീ ദൈവത്തെ അറിയാനാണെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. നിനക്ക് നന്മ നൽകിയതും ദൈവത്തെ അറിയാനായിട്ടാ. നമ്മുടെ ദൈവത്തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ഒന്ന്, നമ്മളെ തന്നെ താഴ്ത്തണം. നമ്മൾ താഴ്ത്തിയിരിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തില് ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം, അവന്റെ മുഖം അന്വേഷിക്കുവാൻ ഒരു മനസ്സുണ്ടാകണം. മൂന്നാമതായിട്ടൂടെ പറയുക, എന്തെങ്കിലും ദുർമാർഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കും. ഇന്ന് ഈ മീഡിയയിലൂടെ ആയതുകൊണ്ടേ പറയും. ഇന്ന് ആളുകൾ പറയുന്നു സ്വർഗമൊന്നും ഇല്ലെന്ന്, സ്വർഗമൊന്നും ഇല്ല എന്നിങ്ങനെ പറയും. അതിന് ഉപോത്ബലകമായ ഒരു വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളൊക്കെ എടുക്കും, പഴയ നിയമത്തിലെ വാക്യങ്ങളൊക്കെ എടുക്കും. അത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറം ഇപ്പുറം ചിന്തിക്കുന്നില്ല. എല്ലാ ആളുകൾക്കും പറയാനുള്ളത്, ഇസ്രായേൽ ജനത്തെ ഏറെ ശിക്ഷിച്ച് വളർത്തിയവരാ യഹോവയായ ദൈവം അദ്ദേഹം ക്രൂരനായിരുന്നെന്ന്. എന്നാൽ അവർക്ക് അനുഗ്രഹങ്ങളെ കൊടുത്തു. നിങ്ങൾ എന്റെ മുഖം അന്വേഷിച്ച് എന്നെ
എന്ന് പറഞ്ഞപ്പോൾ അവര് ആമേൻ പല സ്ഥലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മറ്റുള്ളവരുടെ ആമേൻ മറ്റുള്ളവരുടെ ആ വിഗ്രഹങ്ങളെയൊക്കെ സേവിക്കുവാനും അതിനെയൊക്കെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവർക്ക് കഷ്ടത കൊടുത്തതാണ്. അപ്പോൾ ഓർത്തോണം, ഒരു ദൈവവേദനയിൽ എന്തെങ്കിലും കഷ്ടത ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മളെ ദൈവസ്ഥലത്തിലേക്ക് അടുപ്പിക്കാനാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്നതിനാ ഈ കഷ്ടത തരുന്നത്. ഒരു സ്വത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം കേൾക്കും. എന്നിട്ട് പാപം ഒന്നാമത്തെ അവിടെ പറയുകയാണ്, കേട്ട് കഴിഞ്ഞാൽ നിന്റെ പാപം ക്ഷമിക്കും. കാരണം നീ എന്നാ ദുർമാർഗങ്ങളെ വിട്ടുപിരിഞ്ഞു. എന്നിട്ട് നിനക്ക് മാത്രമല്ല ദേശത്തിനും സൗഖ്യം നൽകും. നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് പറയുമ്പോൾ അങ്ങനെയുള്ള ദൈവജനം എങ്ങനെയുള്ളവരായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആമേൻ. എഫേസ്യ ലേഖനം 5:18 ആത്മാവ് നിറഞ്ഞവരായി അല്ലേ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും, കണ്ടോ ആ വാക്ക്, ആത്മീക ഗീതങ്ങളാലും, അതിനാൽ ദുർമറപ്പുണ്ടാവില്ല, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുകയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം പറയാൻ നമുക്ക് ദൈവം കൃപ പറ്റും ഇല്ലേ? അത് എഴുന്നേറ്റ് നേരെ അടുക്കളയിലിട്ട് കൊടുക്കുക. അത് നമ്മൾ ചായയുടെ പുറകെ പോവുകയാണ്. അല്ല, നമ്മളിരുന്ന് പ്രാർത്ഥിച്ച് ഈ ഇന്നത്തെ ദിവസത്തിന്റെ ദൈവമേ നന്മയും തിന്മയും എന്ത് ലഭിച്ചാലും അത് നിന്റെ നാമമഹത്വത്തിനായിട്ടാണെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ പണത്തിന് വേണ്ടി ആളുകൾ ഓടുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്, സമ്പാദ്യത്തിന് വേണ്ടി ഓടുകയാണ്. എന്നാൽ മുമ്പേ അവന്റെ രാജ്യവും നീതി മനുഷ്യക്ക് അതോടുകൂടെ നിനക്ക് സകലവും ലഭിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫേസ്യ ലേഖനത്തില് അതിന്റെ 18 പറയുന്നു, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം പറയുന്നുണ്ടോ? എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യണം. ഒരു കർഷക വരുമ്പോഴും സ്തോത്രം ചെയ്യണം, വീഴുമ്പോഴും സ്തോത്രം ചെയ്യണം അല്ലേ? ഇച്ചിരി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും സ്തോത്രം ചെയ്യണം, ഇച്ചിരി സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോഴും സ്തോത്രം ചെയ്യണം. ഇതെല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് നമ്മൾ കരുതണം. എഫേസ്യ ലേഖനം 16-17 വാക്യങ്ങളിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുകയും. എല്ലാറ്റിനും മീതെ, അതാണ് നമ്മൾ സ്തോത്രം ചെയ്തവരായിരിക്കണം. എന്നാൽ എല്ലാറ്റിനും മീതെ അവിടെ പറയുക ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടൻ 7 വഴിയായി വന്നിട്ടുണ്ടെങ്കിൽ, അല്ല 1 വഴിയായി വന്നിട്ടുണ്ടെങ്കിൽ അത് 7 വഴിയായി ഓടിപ്പോവും. അങ്ങനെയുള്ള ഭവനത്തിൽ പിന്നെ എങ്ങനെ സമാധാനമാണ് അല്ലേ? ആണോ? ആ ഭവനത്തിൽ എന്തുകൊണ്ട് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. കർത്താവിനെ എപ്പോഴും അവർ സന്തോഷിക്കുന്നവരാ. അപ്പൊ എല്ലാറ്റിനും മീത ദുഷ്ടന്റെ നിയമങ്ങളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. ശത്രു വരിക, പരിചയെ കുറിച്ച് അറിയാം, പരിചയം അറിയാം. പഴയ കാലത്ത് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന പരിച. ശത്രു വെട്ടുമ്പോൾ ആ പരിച വെച്ചതിനെ തടയും. അപ്പൊ ശത്രു വെളി നിൽക്കും. നമ്മുടെ ഭവനത്തിൽ കയറി നമ്മുടെ ഭവനങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശത്രു നിൽക്കും. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ആ ഓരോ ദൈവ വിശ്വാസിക്കും, ഓരോ ദൈവ പൈതലിനും ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്താ? വിശ്വാസം എന്ന പരിചയം എന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഒരു ശത്രുവിനും എന്റെ ഭവനത്തിന്റെ മേൽ ദൃഷ്ടി വെക്കുവാൻ അധികാരമില്ല. ഞാൻ ഇന്നും ഓർക്കുന്നു, പല ഭവനങ്ങളിലും ചിക്കൻ ഗുനിയ വന്നു. അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ചെയ്തു,
കർത്താവേ, ഇസ്രായേൽ ജനത്തിന്റെ ഭവനത്തിന്റെ മേൽ രക്തം കൊണ്ട് മുദ്രയിട്ട ഭവനത്തിന്റെ മേൽ നീ കാവൽ ചെയ്തതുപോലെ 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിൽ നീ ഒഴുക്കിയ രക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെയും ആ രോഗത്തിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെയും വിടുവിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. ഒരു ചികിത്സയും വന്നില്ല. എന്താ? അത് വിശ്വാസം എന്ന പരിച നമ്മൾ പിടിച്ചതുകൊണ്ട്. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, ആമേൻ, അവന്റെ ദുഷ്ടൻ തീയമ്പുകളെ അയക്കുന്നത് അതിനെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം പ്രാപിച്ചൊരു ദൈവത്തിനെ തൊടുവാൻ ഈ പൈശാചികന് കഴിയത്തില്ല. അവനെങ്ങനെ നടക്കുന്നത്? ആരെ വിളിക്കേണ്ടുവെന്ന് അലറിക്കൊണ്ട് അവൻ നടക്കുകയാ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ആരെ വിഴുങ്ങേണ്ടത് പറഞ്ഞാൽ അവന്റെ കയ്യിലുള്ളവരെ അവരെ വിഴുങ്ങേണ്ട ആവശ്യമില്ല. അവനെ വിഴുങ്ങേണ്ടത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട വിശ്വാസികളെയാണ്. കാരണം എന്താ പറയുക, അവൻ ഒരിക്കൽ നഷ്ടപ്പെട്ട സ്വർഗം നമുക്ക് തരുന്നത് അതിനു വേണ്ടി അവൻ നമ്മളെയും ശോധനകളിട്ടുകൊണ്ട് പോരാട്ടങ്ങളിട്ടുകൊണ്ട് പോരാടി നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിൽ എന്താ ഉള്ളത്? സകല ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമുണ്ട്. എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ദുഷ്ടൻ എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്നുള്ള വിശ്വാസം. ഞാൻ ഓർക്കുക, ഞാൻ മുമ്പേ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് വല്ലതും ആയിരുന്നെങ്കിൽ, ആ വിശ്വാസമില്ലാത്തതോ വല്ല ആൾക്കാർക്കായിരുന്നെങ്കിൽ, അയ്യോ ആ ഡോക്ടർ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളി സ്വത്രം പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദൈവത്തിന് സ്വത്രം ഉള്ളി പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ആർക്കും ഇല്ല. പ്രിയപ്പെട്ടവരെ, എന്നാലും ദൈവത്തിന് സ്വത്രം അതിന്റെ റിസൾട്ട് വെറുതെ അയച്ചു. ഞാൻ നോക്കി പോലുമില്ല, ഇപ്പോഴും നോക്കിയിട്ടില്ല. എന്നാൽ അതിന്റെ റിസൾട്ട് മറുപടി വന്നപ്പോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നോക്കണേ, എന്തെല്ലാം രീതിയിലാണ് നമ്മളെ വേദനിപ്പിക്കുന്നതെന്ന് അറിയാമോ ഈ തീയമ്പുകൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശ്വാസം എന്ന പരിചയം എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ മേൽ വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ യെശയ്യാവ് 58:1 വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, യെശയ്യാവ് 58:1, ഉറക്കെ വിളിക്ക, അല്ലെ, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തണം. അല്ലേ? ആ വായിച്ചു. അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുക, ഉറക്കെ വിളിക്കുക. പ്രവാചകനോട് പറയുക, നീ ഉറക്കെ വിളി. അതുകൊണ്ട് എല്ലാവരും ഉറക്കെ പ്രസംഗിക്കുന്നത്. അവൻ ചെറിയ ചോദിക്കും, സാവധാനത്തിൽ അങ്ങ് പ്രസംഗിച്ചാൽ പോരെ? അങ്ങനെയല്ല, ഉറക്കെ പ്രസംഗിക്കണം. അവൻ ഇന്ന് മൈക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി ശബ്ദമൊക്കെ കുറച്ച് പറയാം, കുഴപ്പമില്ല. അപ്പൊ ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. ബാക്കി, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തണം. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെ അറിയിക്കുക. അങ്ങനെ പറഞ്ഞെങ്കിലേ വഴികളെ അറിയുള്ളൂ. നമ്മൾ ഓർക്കണം, ഈ ജനത്തോട് അവരുടെ പാപങ്ങളെ ഓർപ്പിക്കണം. അവൻ വേദപുസ്തകത്തിൽ പറയുന്ന പാപത്തിന്റെ പട്ടിക ഓർപ്പിക്കുമ്പോൾ അവർക്ക് ബോധ്യം വരും, ഞാൻ ഇന്ന രീതിയിൽ ഇപ്പോഴുമാ, അതുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കണമെന്നും അവൻ ദൈവത്തിൽ നിന്ന് ഒരാശ്വാസം പ്രാപിക്കേണ്ടതിന് എന്റെ പാപങ്ങളെ ഉപേക്ഷിക്കുമെന്നും അവർക്ക് തോന്നിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധമാണ്. അതാ വചനത്തിന്റെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രവാചകനോടൊക്കെ ആമേൻ അവരുടെ പാപത്തെ ഓർപ്പിച്ചപ്പോൾ അവർ മടങ്ങി വരുവാനിടയായി. ഇന്നെന്തെല്ലാം സോപ്പിട്ട പ്രസംഗം, സോപ്പ് ഇടുന്ന പ്രസംഗം നീ കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അവൻ എല്ലാവരെയും പുകഴ്ത്തി, എല്ലാവരെയും പ്രാർത്ഥിച്ച്, എല്ലാവരെയും സംതൃപ്തരാക്കുന്ന പ്രസംഗമാണ്. ഒരൊറ്റ എന്നാ പറഞ്ഞ ഒരു കൈ പോലും കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്തിടയിലും 2 പേർ നമ്മുടെ ഈ ശുശ്രൂഷകളോട് മാനസാന്തരപ്പെട്ടു. മദ്യപിക്കുന്നവരായിരുന്നു, സേട്ട് വലിക്കുന്നവരായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, ആമേൻ, നിങ്ങൾ ആ സേട്ട് വലിയ നിർത്ത്, എന്നിട്ട് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നിർത്തുവാൻ ഇവിടെ ഒരു ദിവസം വന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറന്നു പോകരുത്. ആമേൻ, അവരുടെ ലംഘനങ്ങളെ ദൈവാത്മാവ് ഉണർത്തിക്കുമ്പോൾ നമ്മളത് പറയണം. പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാം. അവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് യേശുവിന്റെ മുഖത്തേക്ക്. ഹല്ലേലൂയ.
ആമേൻ. യെശയ്യാ 59:1 ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവരുടെ കൈ കുറുകിയിട്ടില്ല, കഴിയാതെ അവർ ചെയ്ത് നന്നമായിട്ടില്ല. ഉണ്ടോ? ആമേൻ. അവിടെ പറയുക, ആമേൻ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ആണോ? ഉണ്ടോ? നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാ? അവൻ കേൾക്കാൻ കഴിവുള്ളവനാ. അവന്റെ കൈ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കൈ അവന്റെ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ അപേക്ഷകൾക്കൊക്കെ അവൻ മറുപടി തരും. അതുകൊണ്ട് നമ്മളെ രക്ഷിപ്പാൻ നമ്മുടെ ദൈവം ഇറങ്ങി വന്നിരിക്കുക. യഹോവയുടെ കൈ കുറുകിയിട്ടുള്ള കൈയല്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായതുമല്ല. അവൻ നമ്മൾ കണ്ടു സങ്കീർത്തനത്തിൽ അവൻ ദൈവാദി ദൈവമാണ്. അവൻ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഭൂമിയിൽ അയച്ചു കൊടുത്തിരിക്കുക. ആത്മാവുള്ളത് കൊണ്ട് കുറെ പേരെങ്കിലും കുറെ സത്യത്തിൽ ജീവിക്കുന്നത്. ആത്മാവ് തിരിച്ചു പോകുന്നൊരു സമയമുണ്ട്. പഴയ നിയമത്തിൽ മനുഷ്യർ പാപം ചെയ്യുന്നതിന്റെ കാര്യം ആത്മാവ് വരും, ആത്മാവ് പോകും, അതുകൊണ്ടായിരുന്നു. എന്നാൽ ആത്മാവ് ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് അവൻ നമ്മുടെ ഈ ദേശത്തൊക്കെ അവൻ കൊലപാതകങ്ങളും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കുന്നു. എന്നാൽ ദൈവജനം എടുക്കപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടും. പിന്നെ ഒരുത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടാൽ ദേഷ്യമാണ്. അപ്പൊ പിന്നെ അന്ന് എന്തായിരുത്തിരുമെന്നറിയാമോ? അന്ന് പരസ്പരം കൊല്ലുകയും പരസ്പരം അവയെ കുറ്റം പറയുകയും ദൂഷണം പറയുകയും വെറും നിസ്സാര കാര്യത്തിന് പോയി പരസ്പരം ആമേൻ എന്നാ പറയുന്നത് ദണ്ഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് വരാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ട്, എന്റെ കർത്താവ് മധ്യാകാശ വരുമ്പോ എന്നെയും ചേർക്കുമെന്നുള്ള ഉറപ്പ്. ആമേൻ. ആ ഉറപ്പുള്ള ദൈവജനം സ്തോത്രം പറഞ്ഞാട്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. 1, ദൂതന്മാരുടെ പ്രഭ നമുക്ക് ലഭിക്കും. 2, സ്വർഗം തുറക്കും. പറക്കാൻ ചിറകുകൾ തരും. അവൻ തോൽക്കാത്ത ആയുധമാണ് ഉപവാസവും പ്രാർത്ഥനയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് 59:1 പറഞ്ഞു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അങ്ങ് വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടും. ആമേൻ. കേൾക്കാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല. ആമേൻ. സഹായിപ്പാൻ കഴിയാതെ വണ്ണം അവന് കഴിവില്ലാത്തവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കുന്നവനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനത്തിന്റെ ഈരടികള് ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ച് ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഈ ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് ദൈവത്തിന്റെ ശോഭ ലഭിക്കും. ദൂതന്മാരുടെ പ്രഭ, അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ സമയം വേണമായിരുന്നു. നമുക്കറിയാം, ആമേൻ, ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ ആട്ടിടയന്മാർക്ക് ദർശനം കൊടുക്കുമ്പോൾ അവര് ദൂതന്മാരുടെ ശോഭ മിന്നി മറയുന്നത് അവർ കണ്ടു. എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ പ്രഭ അവരുടെ മുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ശിശുവിനെ വന്ദിപ്പാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചത്. മാത്രമല്ല ആമേൻ, സ്വർഗം തുറന്നത് കൊണ്ട് ദൂതന്മാർ ഇറങ്ങി വന്നത്. ആമേൻ. അതുകൊണ്ട് അവർക്ക് തുടർന്ന് മുൻപോട്ട് നടക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തു. മാത്രമല്ല ഇവിടെ നമ്മളെ കേൾപ്പിച്ചു, തോൽക്കാത്ത ആയുധമാണ് പ്രാർത്ഥനയെന്ന്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ കൃപ നമുക്ക് ആവശ്യമില്ലേ? നമ്മളെന്ന് ആഗ്രഹിച്ചേ. അതിന് എനിക്കിപ്പം പ്രസംഗിക്കേണ്ട ഒരു വിഷയമായിരുന്നു. അതിന് ഒന്നാമത് നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ്. നമുക്ക് ചേർന്ന് പാടാം. ഒരു ഭക്തൻ ഇങ്ങനെ പാടിയല്ലോ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക. ആമേൻ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി
മണവാളന്മാരാ മണിയറയിൽ പോയിന്നവർ ശ്വസിപ്പാൻ ഒരുങ്ങിയിട മേഘാരുടേനായി വന്നിടും 10,000 പേരിലും നിരന്താൻ മേഘാരുടെ 10,000 പേരിലും തന്റെ കോമേള സന്നിപ്പാൻ ഒരുങ്ങിയിട തന്റെ കോമേള ഒരുങ്ങിയിട അവൻ തന്റെ കോമേള നിന്നിപ്പാൻ ഒരുങ്ങിയിട ഓ വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം പ്രിയന്മാരുവാനില്ല അവൻ വിശുദ്ധിയെ തികച്ചും ഒരുങ്ങി നിൽക്കാം അവൻ വിശുദ്ധിയെ തികച്ചും ഒരുങ്ങി നിൽക്കാം നമ്മുടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിത്യനായ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് കേട്ടതായ മനോഹരമായ വചനത്തിനായി സ്വന്തം ഞങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും അമേൻ ദൂതന്മാരുടെ പ്രഭ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന അനുഭവമാക്കി അവർക്ക് മാറ്റി തീർത്തത് കൊണ്ട് സ്വന്തം. മാത്രമല്ല ഈ 3 ദിവസങ്ങളിലും സ്വർഗം തുറന്ന് ഇങ്ങോട്ട് ചായച്ചു നോക്കി ഞങ്ങളുടെ ചെറുതമായ വിഷയത്തിന്റെ മേല് പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുകയാണ്. മാത്രമല്ല ആമേൻ സ്വർഗത്തിലേക്ക് പറക്കുവാൻ പരിശുദ്ധരുവായാൽ ഞങ്ങൾക്ക് ചിറകൾ വരുന്ന അനുഭവത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. മാത്രമല്ല ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും തോൽക്കാത്ത ആയുധമായി തീർന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുക. അതാവേ, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ മുഖം അന്വേഷിക്കുവാൻ കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്നല്ലോ. ഞങ്ങൾ മുഖം അന്വേഷിക്കുക മാത്രമല്ല ഞങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കേട്ട് ഞങ്ങൾക്ക് ഉത്തരം അരളി ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം തന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതാവേ, ഞങ്ങളുടെ ദേശത്തെ ഇതുവരെ നീ മാനിച്ചു. പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ഞങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ കഴിവും എടുക്കുമല്ല അമേ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ താഴ്ത്തിയത് കൊണ്ട് ലഭിച്ച അനുഭവം മാത്രമാ. ഞങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞത് കൊണ്ട് ലഭിച്ച അനുഭവം മാത്രമാ. അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചു തന്നിരിക്കുന്ന നല്ല ആ വചനത്തിനായി സ്തോത്രം. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളാ നിന്നിൽ നിന്ന് കുടിക്കുവാൻ, പരിശുദ്ധമായി നിന്ന് കുടിക്കുവാൻ ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങളിലേക്ക് ആത്യന്ത ശക്തി പകർന്നു തന്ന് അത് കുടിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമുള്ള പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കുക. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മാത്രം പിതാവായ ദൈവത്തിന്റെ സ്നേഹമേവജാതനായ പുത്രന്റെ കൃപ ആശിസുപിച്ചു വളർന്ന പരിശുദ്ധരുടെ സംബന്ധ സഹവാസം വിശിഷ്യ ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ മേലും ഞങ്ങൾ കേട്ട വചനത്തിന്റെ മേലും മുൻപോട്ടുള്ള ക്രിസ്തുവിന്റെ വരവിന്റെ ആ പ്രയാണത്തിന്മേലും ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ.